സമത്വം ബോഡി മൈൻഡ് ആൻഡ് സോൾ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി വെൽനസ് ക്ലിനിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമത്വം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ബാലൻസ് എന്നാണ്. സമത്വം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ വളരെ ഭംഗിയാണ്. അത് എനിക്കൊന്നൊരു 2003-2004 ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ചെറിയൊരു ജേണി ആയിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടി വരുന്നവരാകാം. അപ്പം അവർക്കും ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ഫോർ ദെയർ പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ത്രീകളെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജ് ടൈമിലോ സ്കൂൾ ടൈമിലൊക്കെ വളരെയധികം തിളങ്ങി നിൽക്കും. നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. ഒരുപാട് കഴിവുകളുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചുറ്റും. പക്ഷേ പലപ്പോഴും നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഡൈലമ വരും. കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുട്ടികളാവുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, കുട്ടികളെ ആര് നോക്കും, ഞാൻ എൻ്റെ കുട്ടീനെ ആക്കിയിട്ട് പോയാൽ അവരുടെ പരിചരണം എത്രത്തോളം ലിമിറ്റഡ് ആവുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അതിന് നമുക്ക് റിയലിസ്റ്റിക് ഗോൾസ് വേണം. കാരണം ഇപ്പോൾ കുഞ്ഞ് ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലിമിറ്റഡ് ടൈം 1 മണിക്കൂറേ കിട്ടുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഫേസിലൂടെ തന്നെയാണ് എനിക്കും ഈ പ്രാക്ടീസ് കൊണ്ടുവരാൻ സാധിച്ചത്. എൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 22 വർഷമായി. ഈ 22 വർഷത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ആസ്വദിച്ച് അത്രയ്ക്ക് താല്പര്യത്തോടുകൂടെ പഠിച്ച ഒരു സബ്ജക്റ്റാണ് ഞാനിത്. പക്ഷെ അതിലും കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. അപ്പോൾ അതിൻ്റെതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അന്ന് നമുക്കൊരു ആക്റ്റീവ് പ്രാക്ടീസ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും സാധിക്കില്ല. കാരണം നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോഴും നമ്മളൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം സ്ത്രീകൾക്ക് വരുന്ന എപ്പോഴും വലിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് വിട്ട് നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ പരമാവധി പരിശ്രമിച്ചു. ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ സ്ട്രഗിൾ, ഈസി ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ 2 കുട്ടികൾ കുറച്ചൊന്ന് ആയപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. അത് ഞാൻ ഉപയോഗിച്ചു. അത് വളരെ ഹെക്റ്റിക് ആയിരുന്നില്ല. ആഴ്ച ഒരു ദിവസമുള്ള കോഴ്സായിരുന്നു. കോഴ്സ് വാസ് ത്രൂ ഔട്ട് ദ ഇയർ. ആഴ്ച ഒരു ദിവസം എനിക്ക് ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളും അപ്ഡേറ്റഡ് ആവുമല്ലോ. നമ്മളും കുറേ സെർച്ച് ചെയ്യും പഠിപ്പിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ അത് വളരെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ പഠിപ്പിക്കുന്ന ഒരു അവസരം, PG ഡിപ്ലോമ ഇൻ യോഗ തെറപ്പി, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ നമ്മൾ കുട്ടികൾ വരുന്ന സമയത്താണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. കാരണം അവർക്ക് കറക്റ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക, അവരുടെ മാനസികാരോഗ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പ്രാവർത്തികം എങ്ങനെ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. എനിക്ക് നേരത്തെ കുക്കിങ്ങിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യൂട്രീഷനുണ്ട്, ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കുട്ടികളായ ശേഷം അതിനുവേണ്ടി പ്രത്യേക റെസിപ്പീസ് കണ്ടുപിടിക്കുകയും അതിനെ മോഡിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഹെൽത്തി ആക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികൾക്ക് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഹെൽത്തി ആക്കാം. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ പോലെയല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ഒരു 13-14 ഇയേഴ്സിന് പുറകിലുള്ള കാര്യമാണ്. അപ്പം അത് ഫുൾ ഹോൾ വീറ്റ് വെച്ച് അല്ലെങ്കിൽ എന്താ പറയുക, മൈദ മാവ് അല്ലാണ്ട് വേറെ ഗ്രെയിൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്, അതിൽ കളർ ചേർക്കാതെ ഇപ്പം ബീട്രൂട്ടിൻ്റെ സത്തോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, വെജിറ്റബിൾസ് ഒരുപാട് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലെ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കും. കാരണം കുട്ടിക്കാലം മുതലേ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദ ബ്യൂട്ടി ഈസ് എനിക്കിതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസി ലൈഫ് സ്റ്റൈലിലാണെങ്കിലും നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ഒഴിവ് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കിതിന് സമയമില്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രീഷനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ മാനസിക ഹെൽത്തിനെ പറ്റിയോ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന്. ശരിയാണ്. പക്ഷേ അതും അഗെയിൻ വിത്ത് പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം കറക്റ്റായിട്ടുള്ള റെസിപ്പീസ്, അതിൽ ന്യൂട്രീഷൻ റിച്ച് ഉള്ള റെസിപ്പീസ് എടുക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക. ഞാൻ പലപ്പോഴും പേഷ്യൻസിന് അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ പറയും ഡോക്ടർ ഡയറ്റ് ചാർട്ടാണ്, പലവർക്കും പല രീതിയിൽ ഉണ്ടാക്കണം, ടേസ്റ്റ് ബുദ്ധിമുട്ടാണ്.
ഇതെല്ലാം പറയും. ഞാൻ പറയും ഡോണ്ട് വറി, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഇതിൽ നമുക്ക് ടേസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, റെസിപ്പീസും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ മാനസികാരോഗ്യം. പലപ്പോഴും നമ്മൾ എന്താ പറ്റുന്നത്, ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കേരളത്തിൽ പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ കൂടുതലായതുകൊണ്ട് എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ മാനസിക സമ്മർദ്ദവും കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട, വീട്ടിലിരുന്നോ കുട്ടികളെ നോക്കിയാൽ മതി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചെറിയ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളെ കുട്ടികളെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യണമല്ലോ നമുക്ക്. കാരണം അമ്മയ്ക്കും ഒരു ലൈഫുണ്ട്, അമ്മയ്ക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അമ്മയോട് തന്നെ. അതിനെ ഫുൾഫില്ല് ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും ആ കാര്യത്തിൽ എൻ്റെ കുട്ടികളാണ്. കാരണം ഞാനൊരു ബിസി ഡേ ആണ്, ഞാൻ ടയേർഡാണെങ്കിൽ ഞാൻ പറയും മക്കളെ എനിക്ക് ടയേർഡാണ്. അപ്പം അവർ തന്നെ രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകത്തക്ക രീതിയിൽ അവർക്കും കുറേയൊക്കെ സപ്പോർട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഒരുപാട് എലിമെൻറ്റ്സ്, എനിക്ക് പോസിറ്റീവ് എലിമെൻറ്റ്സ് കിട്ടിയിരിക്കുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ. കാരണം എൻ്റെ അമ്മ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പക്ഷേ നമുക്ക് ഒരുപാട് അവന്യൂസ്, എക്സ്പോഷർ നൽകിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ പഠിക്കുന്ന സമയത്തെ നല്ലൊരു ഇംഗ്ലീഷ് ക്ലാസ്, ലാംഗ്വേജ് ക്ലാസ് പഠിക്കാനോ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് കോഴ്സ് ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് എക്സ്പോഷർ കുട്ടിക്കാലത്തെ കിട്ടാൻ വളരെയധികം എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ, ഡാൻസ് പഠിക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. കൂടാതെ കല്യാണം കഴിച്ചു പോയപ്പോഴത്തേക്ക് അവരുടെ ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം വിദേശത്തുള്ളവരായിരുന്നത് കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എന്താ പറയുക കുക്കിങ്ങും വളരെ ഡിഫറെൻറ്റ് ക്യുസീൻസും എല്ലാം അതിൻ്റെ ഒരു പോസിറ്റീവ് ഇൻപുട്ടായിരുന്നു. അപ്പം അതുമെല്ലാം നമുക്ക് ഫുഡ് ഇൻഡസ്ട്രിയിലാണ്, മെഡിക്കൽ ഇൻഡസ്ട്രിയിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എവറി ഡേ ലൈഫിൽ ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് തന്നെ ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അതിനുള്ളൊരു അവസരവും സൗഭാഗ്യവും ഉണ്ടാവുമെന്ന്. പക്ഷേ അതിനോടൊപ്പം തന്നെ എനിക്കും എൻ്റെതായ പേഴ്സണൽ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈലിലും ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു, പേഴ്സണൽ രീതിയിലും എല്ലാം. പക്ഷേ അതെല്ലാം മറികടന്ന് ഇന്ന് ഞാൻ എപ്പോഴും ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് ഏറ്റവും ഞാൻ അതിൽ ഐ പുട്ട് മൈസെൽഫ് ഇൻ ദാറ്റ് ഷൂസ് ആൻഡ് ഐ സീ ഹൗ ദാറ്റ് പേഴ്സൺ വിൽ ഫീൽ. ഇപ്പോൾ വേദന എന്ന് പറയുമ്പം എനിക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് വേദന എന്ന് പറയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയാം അവരെ എത്രത്തോളം അത് മാനസികമായിട്ട് അവരെ ബാധിക്കുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നിന്ന് കൊണ്ട് തന്നെ അവരെ എനിക്ക് അപ്രോച്ച് ചെയ്യാനും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ എപ്പോഴും ഒരാളുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? നമ്മൾക്ക് എപ്പോഴും പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് വി ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. അപ്പം ആ ഒരു രീതിയിലും നമുക്ക് ഇവിടുന്ന് ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒരു വളരെ ഹാപ്പിനെസ്, എന്നെ തന്നെ നറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഐ ഓൾവേസ് ഡു ഇറ്റ്. ആൻഡ് എപ്പോഴും ഒരു അപ്രോച്ചബിളാണ്. നമുക്കിവിടെ ഇപ്പോൾ പേഷ്യൻസിനാണെങ്കിൽ ക്ലിനിക്കിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സാധിക്കാറില്ല, പേഷ്യൻസിൻ്റെ തിരക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ പൊതുവേ നമ്മൾ ടൈം ബൗണ്ടായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും തന്നെ എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഹെൽത്ത് എഡ്യൂക്കേഷനും അതിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പലപ്പോഴും ഒരു ടെൻഷൻ വരുന്ന സമയത്ത്, ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടി വരുന്ന സമയത്ത് പുറത്ത് പറയാൻ, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾ ഇതെല്ലാം മനസ്സിൽ സപ്രസ് ചെയ്ത് വെച്ചൊരു 40-50 വയസ്സാകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ എല്ലാം ആഘാതമായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ പീരിയഡ്സ് നിൽക്കുന്ന സമയം, മെനോപോസൽ ടൈം, നമ്മുടെ മൂഡ് മാറും, പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇത്രയും ഒരു 10-20 കൊല്ലത്തെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന സപ്രസ്ഡ് ഇമോഷൻസ് ചിലപ്പോൾ പുറത്തേക്ക് വരുന്ന ആ ഒരു അവസരത്തിലാണ്. സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോള് വളരെ ക്രൂഷ്യൽ ഏരിയാസിൽ പ്ലേ ചെയ്യാനുണ്ട്. ഒന്ന്, എല്ലാവർക്കും വേണ്ടുന്ന മാനസിക സപ്പോർട്ട് കൊടുക്കുക, അല്ലേ? പുള്ളിക്കാരി പതറാതെ പല പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഭർത്താവിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇൻലോസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കണ്ടെയ്ൻ ചെയ്ത്, ഇമോഷൻസിനെ കണ്ടെയ്ൻ ചെയ്ത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സ്ത്രീയുടെ ഒരു കഴിവ് തന്നെയാണ്. അത് കൂടാണ്ട്
കുടുംബത്തിലെ വേണ്ടുന്ന രീതിയിലുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അത് ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, വൃത്തിയായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഷോൾഡറിൽ തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. വേറൊരാൾക്ക് ഒരു പക്ഷേ ആ റോൾ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ കാര്യങ്ങളുടെ കൂടെ ഒരു സ്ത്രീ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വണ്ടർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കും ദൈവം ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. അപ്പം ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഗുഡ് ലെവൽ ഓഫ് പ്ലാനിങ്, അണ്ടർസ്റ്റാൻഡിങ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് എനിക്കൊന്ന് ജന്മനാ ഒരു പക്ഷേ കുറേ കൊണ്ടാവും, പിന്നെ കുറേ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും തന്നെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതിനെ പലപ്പോഴും മാറ്റി വെക്കാനാണ് നോക്കുന്നത്. അതപ്പം ഒരു പരിഹാരത്തിലേക്ക് പലപ്പോഴും പോകാറില്ല. അപ്പോൾ ഇതെന്ത് പറ്റും, ഒരു 10-20 വർഷം കൊണ്ട് ഇതെല്ലാം അക്യുമുലേറ്റായി നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലുള്ളിൽ ഒതുക്കി അതൊരു അസുഖമായി മാറും. ഞാൻ ഒരുപാട് കേസസ് കാണാറുണ്ട്. എനിക്ക് ഒരുപാട് സ്ത്രീകൾ വരുന്നത് പെരിമെനോപോസിൽ, അതായത് ഒരു 35 ശേഷവും 40 വയസ്സിന് മുകളിലുള്ളവർ, മെനോപോസിൽ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരിൽ അത് ഇവിടെ മാത്രമല്ല, നമ്മൾ വിദേശത്തുള്ള വനിതകളെ നോക്കിയാലും UK ആയിക്കോട്ടെ, US യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ, എവിടെ നിന്നായിക്കാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരികയും അവരിൽ പലവരിലും കാണുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലും ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ദേഹം മുഴുവൻ വേദന, ക്ഷീണം, എഴുന്നേക്കാൻ സാധിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ വേഗമായിട്ടുള്ള സിംറ്റംസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദം പലപ്പോഴും ഉള്ളിലൊതുക്കിക്കൊണ്ട് അതിനെ ഒരു അവന്യൂ കൊടുക്കാതെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഇല്ലാത്തത് കൊണ്ട് അത് ശരീരത്തിലേക്ക് ബാധിക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഇത് മാറ്റിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്താണെന്ന് സ്വാഭാവികമായിട്ടും അതൊരു വർക്ക് തന്നെയാണ്. അത് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സ്ത്രീകളുടെ ആരോഗ്യമുണ്ടെങ്കിൽ കുടുംബത്തിന് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടേതായ ആഗ്രഹങ്ങളും നമ്മുടേതായ വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ ക്രോണിക് ഡിസീസസ് ഒക്കെ അങ്ങനെ പല രീതിയിലും ഒഴിവാക്കാം. പിന്നെ പലപ്പോഴും സ്ത്രീകൾക്കും ഈ ചില പേഴ്സണൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റില്ല അല്ലേ. കാരണം സമൂഹം എന്ത് ചിന്തിക്കും, ഒരുപാട് ജഡ്ജ്മെൻറ്റ് അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ആ അവസരത്തിലും നമ്മുടെ ഇവിടെ വരുന്ന മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ് സെഷൻസിലെല്ലാം വളരെ ഇഫക്റ്റീവായിട്ട് തുറന്ന് പറയാനും അതൊരു പ്രശ്നം അല്ലാതാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനെ മറികടന്ന് അതിനൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരു കേസ്, എൻ്റെ വളരെ സിവിയറായിട്ട് ബാക്ക് പെയിൻ ഉള്ളൊരു ലേഡി എൻ്റെ അടുത്ത് വന്നിരുന്നു. പുള്ളിക്കാരിക്ക് 22 വർഷമായിട്ട് ഏത് ചികിത്സ ചെയ്താലും മാറാത്ത ബാക്ക് പെയിൻ. ടീച്ചറാണ്, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്തൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി മാനസികമായിട്ട് തളർന്നൊരവസ്ഥയിലാണ് വന്നിരുന്നത്. പക്ഷെ ഞാൻ ഹിസ്റ്ററി എടുത്ത സമയത്ത് പലപ്പോഴും നമ്മൾ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അക്യുപങ്ക്ചർ, ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ആദ്യം ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ അവസരത്തിൽ തന്നെ ഞാൻ വളരെ ഇൻറ്റ്യൂട്ടീവായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു വേറെ എന്തെങ്കിലും അണ്ടർലൈൻ പ്രശ്നങ്ങളുണ്ടോ. ആ അവസരത്തിൽ പതുക്കെ ചോദിച്ചു വന്നപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഒരു വിഷമതം, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പ്രശ്നം മനസ്സിലായത്. പുള്ളിക്കാരി കല്യാണം കഴിച്ചത്, പുള്ളിക്കാരി 18 വയസ്സിൽ കല്യാണം കഴിച്ചു. താല്പര്യം ഇല്ലാത്ത ഒരാളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു അമ്മയുടെ സമ്മർദ്ദം മൂലം. അമ്മയും ഭർത്താവും തമ്മിൽ വളരെ ക്ലോസ് ആണ്. പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും അമ്മ അത് നിരസിക്കും. അതായത് നിനക്ക് തോന്നുന്നതാണ്, അവൻ നല്ലതാണെന്നുള്ള രീതിയിൽ തന്നെ പോകും. അപ്പോൾ ഒരു 20 വർഷമായിട്ടും എന്നെ ആരും കേൾക്കുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫിന് വാല്യൂ ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അല്ലേ. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിവിയർ പെയിനിലേക്ക് പുള്ളിക്കാരിനെ എത്തിച്ചത്. ഞങ്ങൾ പല സെഷൻസ് ചെയ്ത ശേഷമാണ് കാരണം പുള്ളിക്കാരിയുടെ ചിന്തയെല്ലാം തെറ്റാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. പുള്ളിക്കാരി കാണുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഒന്നും ശരിയല്ല എന്നുള്ള ഒരു വീട്ടുകാരെല്ലായിരുന്നു തീരുമാനിക്കുന്നത് നിൻ്റെ കയ്യിലെ കുഴപ്പമാണ്, ഇവിടെ വേറെ ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അത് നമ്മൾ വർക്ക് ചെയ്തു. പുള്ളിക്കാരിയുടെ കുട്ടി മോളെ കൂടെ അങ്ങനത്തെ ഒരു പോസിറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യത്തക്ക ഒരു രീതിയിലായി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ പുള്ളിക്കാരി വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നടക്കുന്നു. ഡെഫിനറ്റ്ലി വീട്ടിലുള്ള പ്രോബ്ലംസ് ഞാൻ ചിന്തിക്കുന്നതും ശരിയാണ്, എൻ്റെ ഭാഗം ശരിയാണ്. പക്ഷേ അത് ബാക്കിയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാനും പലപ്പോഴും എന്താ പറ്റുന്നത്, ഈ ഒരു അവസരത്തിൽ പൊട്ടിത്തെറിക്കും അല്ലേ. വീട്ടിലാകെ പ്രശ്നമായി, പിന്നെ അതായി വഴക്കായി പ്രശ്നമായി. പക്ഷേ ഇത് ഓപ്പണായിട്ട് സംസാരിക്കാനും ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന വെച്ചാൽ എല്ലാ ആൾക്കാരും നല്ലതാണ് അല്ലേ, അറ്റ്ലീസ്റ്റ് എല്ലാവരും നന്മയുണ്ട്. പക്ഷെ ആ നന്മ ചില സിറ്റുവേഷൻസിൽ വരുമ്പോഴത്തേക്ക് ചില കോമ്പിനേഷൻസിൽ അത് ശരിയാവില്ല. അപ്പോൾ തെറ്റായ കോമ്പിനേഷൻ ആണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്കത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സപ്പോർട്ടിന് നമ്മൾ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള അവസരമാണ് ഇതെല്ലാം. ഇതേപോലെ തന്നെ പുരുഷന്മാരിലും പലപ്പോഴും വരുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പുരുഷന്മാരിൽ ഒരു വിഷമവും കാണിക്കാൻ പാടില്ല, എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലേ, എപ്പോഴും സാധിക്കണം എന്നില്ല. പക്ഷെ അത് പോസിറ്റീവായിട്ട് പറഞ്ഞ് ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു സന്തോഷവും സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് കൂടെ നമ്മൾ ചെയ്യുന്നതല്ലേ നമ്മുടെ കുട്ടികളും കണ്ട് വളരുന്നത്. അപ്പം നമുക്കും അവർക്ക് ഇങ്ങനത്തെ പോസിറ്റീവ് എക്സ്പോഷർ കൊടുക്കാൻ സാധിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും സാധിക്കണം എന്നില്ല, പക്ഷേ എങ്കിലും നമുക്ക് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പം അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് എനിക്കൊന്ന് കോവിഡിന് ശേഷം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാർ അവനവനെ തന്നെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കോവിഡ് വന്ന സമയത്ത് വീട്ടിൽ തന്നെ എല്ലാവരും ആയി. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ പറ്റുന്നില്ല, പിടിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് അതിൽ വർക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇപ്പം ഒരുപാട് പേര് ട്രാവലിംഗ്, ഒരുപാട് പേര് പുതിയ സ്കില്ല് പഠിക്കുന്നു, ഒരുപാട് പേര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫാമിലി സിറ്റുവേഷൻസിൽ നിന്നും ഹെൽത്തിൻ്റെ കാര്യത്തിലും എല്ലാം നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ബാലൻസ് കൊണ്ടുവരാൻ സാധിച്ചാൽ അതായിരിക്കും നമ്മുടെ എന്താ പറയുന്നത് ട്രൂ സക്സസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. സോ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നല്ല, വരും. പക്ഷേ പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലക്ഷ്യവും അതാണ്, അതിന് നമ്മുടെ ശ്രമവും അത് തന്നെയാണ്. ഞാൻ എപ്പോഴും എടുത്തു പറയാറുള്ളൊരു കാര്യം ഉണ്ട്. സ്ത്രീകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഭയങ്കര കപ്പാസിറ്റി, ലൈക്ക് ഒത്തിരി നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ലേ, പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കഴിവിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ലൈഫ് എത്രത്തോളം നമുക്ക് ഫുൾഫില്ലിംഗ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇപ്പം ഒരുപാട് നമ്മുടെ ചുറ്റും സ്ത്രീകളുടെ കുറേ കൂട്ടായ്മകളുണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്ത ഒരു വെൻ എന്ന് പറഞ്ഞിട്ട് വിമൻസ് ആന്ത്രപ്രനോറിയൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീകളുടെ കൂട്ടായ്മയുണ്ട്. സ്ത്രീ ആന്ത്രപ്രനേഴ്സിന്, സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരില്ലേ. സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും വരും. കാരണം നമ്മളെ പലപ്പോഴും കുട്ടിക്കാലത്തെ മുതലേ ഫിനാൻഷ്യൽ പ്ലാനിങ് പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് പൈസ ഏൺ ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷേ പലപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഭർത്താക്കന്മാരോ അച്ഛന്മാരോ ഒക്കെ ആയിരിക്കും നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിനെല്ലാം ചെയ്യുന്നത്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ലിമിറ്റേഷൻ വരും. പിന്നെ സെക്കൻഡ് തിങ് എന്താണ്, സ്ത്രീകളുടെ ഒരു സേഫ്റ്റി. എല്ലായിടത്തും ചിലപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് മാറ്റമുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് എല്ലായിടത്തും കടന്നു ചെന്ന് എല്ലാ രീതിയിലും നമുക്ക് ഫിസിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ കുറേ കൂട്ടായ്മകൾ നമുക്ക് ഭയങ്കര സഹായമാണ്. എവിടെ കിട്ടും, നമ്മളിത് അന്വേഷിച്ച് നടക്കാതെ നമുക്ക് അതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുള്ളൊരു സപ്പോർട്ട്, ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്താൽ അതിൽ വരുന്ന ചാലഞ്ചസ്, ടൈം മാനേജ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് സമയമില്ല, നമുക്കുള്ള സമയം തന്നെ നമുക്ക് തികയുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മാത്രമല്ല നമ്മളെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാക്കുന്ന ആൾക്കാർ, ഭാഷ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിചാരങ്ങളും മനസ്സിലാക്കുന്നതും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്ന ഒരു കൂട്ടായ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കൂട്ടായ്മകൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവ് സ്പേസ് തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞൊരു വെന്നിൽ ഒരു എന്താ പറയുക ബഡ്ഡി മീറ്റപ്പ്, സ്ത്രീകൾ മീറ്റ് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൊരു ബീച്ചിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സ്ത്രീകൾ മാത്രമായിട്ട് ബീച്ചിൽ പോകും, നമുക്ക് പോകത്തില്ല, ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. നമ്മുടെ ഭർത്താവ് വന്ന് കുട്ടികളുമായിട്ട് നമ്മളൊരു ഫാമിലി ട്രിപ്പായിട്ട് പോയാലായി. തനിച്ച് എന്തായാലും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ തനിച്ച് പോകാൻ എന്താ പറയുന്നത് ധൈര്യം കാണിക്കുന്നുള്ളൂ, താല്പര്യവും പെടുന്നുള്ളൂ അല്ലേ, കാരണം വിൽ ബി ജഡ്ജ്ഡ്. അപ്പം ഇങ്ങനെ സ്ത്രീകളുടെ കൂട്ടായ്മ നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട്, പുതിയ സ്ഥലങ്ങൾ കാണാനായിട്ട്, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ഇപ്പം ചില ആൾക്കാരുടെ ഹസ്ബൻഡ്സ് ഇവിടെ ഇല്ല,
ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ ദി ആർ നോട്ട് അവൈലബിൾ, അല്ലെങ്കിൽ ഫാമിലി ഇവിടെ ഇല്ല എന്നൊക്കെ ഉള്ള അവസരത്തിൽ തനിയെ പോയിരുന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. നമ്മളത് വി ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയൊക്കെ അതിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻസ്, നേരത്തെ ഞങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും, അതിനൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കൂട്ടായ്മകൾ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നായാലും നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്നായാലും നമ്മുടെ ചിന്തകളിൽ നിന്നാണെങ്കിലും നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ പോസിറ്റിവിറ്റി ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുന്നത് അസോസിയേഷൻസിൽ നിന്നും ഒരുപാട് കൂട്ടായ്മകളിൽ നിന്നുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് തന്നെയാണ്. ഞാൻ ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ലോണാവലയിൽ വർക്ക് ചെയ്തിരുന്ന കാലം, ലോണാവല എന്ന് പറഞ്ഞാൽ ബോംബെയുടെ അടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. അത് കിട്ടി അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാ വീക്കെൻഡും, അതൊരു ഗുജറാത്തി സാനിറ്റോറിയം ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല ബ്യൂട്ടിഫുൾ, നമ്മുടെ സദ്യ പോലെ തന്നെ ഗുജറാത്തി ഥാലിയുണ്ട്. അപ്പോൾ എല്ലാ വീക്കെൻഡും ബോംബെയിൽ നിന്ന് ഒരു ബസ് നിറച്ച ആൾക്കാർ വരും വീക്കെൻഡ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഫ്രൈഡേ വൈകുന്നേരം വരും, മൺഡേ മോർണിംഗ് തിരിച്ചു പോകും. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗുജറാത്തി ഫുഡ് കിട്ടും, വെജിറ്റേറിയൻ ഗുജറാത്തി ഫുഡ്. അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് ലോണാവല എന്ന് പറഞ്ഞാൽ, ബ്യൂട്ടിഫുള്ളാണ് ഹിൽ സ്റ്റേഷൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ ട്രീറ്റ്മെൻറ്റ്സ്, കുറച്ച് യോഗ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കാണാൻ വെച്ചാൽ ഈ വരുന്ന മിക്ക ആൾക്കാരും ഗുജറാത്തി കമ്മ്യൂണിറ്റിയിൽ മിക്കവാറും എല്ലാവർക്കും ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞവരായിരിക്കും, മിക്കവാറും സ്റ്റെൻറ്റ് ഇട്ടവരായിരിക്കും, ഒരുപാട് ആരോഗ്യ പ്രശ്നമുള്ളവരായിരിക്കും. പക്ഷേ എങ്കിലും ഇവർ വന്ന് അവിടെ ഒരു വീക്കെൻഡ് താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു എനർജി ഉണ്ട്. കാരണം നമ്മൾക്ക് സെയിം ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവമേ നടക്കാൻ വയ്യാത്ത അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവമേ ഇവരെങ്ങനെ ഇത്, പക്ഷേ ദ ഫ്രണ്ട്ഷിപ്പ് ദേ ഹാവ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ അതേപോലെ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഹാവ് ഇൻ ലൈഫ്. എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഐ ഫൗണ്ട് സംതിങ്, വെന്നിനെ പോലത്തെ ഒരു ഗ്രൂപ്പിനെ എനിക്ക് കിട്ടി. ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുപോലെ നമ്മളെല്ലാവരും അങ്ങനത്തെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കണം. പലപ്പോഴും സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ ഒന്നും പിന്നെ നമുക്ക് ഫ്രണ്ട്സിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. കാരണം ഭർത്താവ് ട്രാൻസ്ഫർ ആയി, പുതിയ ജോലിയിലേക്ക് പോയി, നമ്മൾ ആ കൂട്ടത്തിൽ ട്രാവലിംഗ് ആയിരിക്കും, വി വിൽ ഷിഫ്റ്റ് പ്ലേസസ്, പിന്നെ ഒരു ഫോൺ കോൾ ആയി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ എവിടെയാണോ അവിടെ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് കൂടുതൽ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം സേഫായിട്ട്. ഐ തിങ്ക് വിമണിനെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലായിടത്തും ഒന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഇന്നത്തെ വെർച്വൽ വേൾഡിൽ വെർച്വൽ ഡിഫിക്കൽട്ടീസും ഉണ്ട്. അപ്പം ഇതിനെല്ലാം നമുക്കൊരു ഗ്രൂപ്പായിട്ട് നേരിടാനും സാധിക്കും. ആൻഡ് ഇറ്റ്സ് ലോട്ട് ഓഫ് പവർ. ഐ തിങ്ക് ഫെമിനിൻ എനർജി ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ക്രിയേറ്റീവ് എനർജിയാണ്. സ്ത്രീകൾക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിനെ ജന്മം നൽകുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്രിയേറ്റീവ് എനർജി. അപ്പോൾ അതൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് എനിബഡി ക്യാൻ ഹാവ്. ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു ചെറിയ കാര്യം, നമ്മൾക്ക് ആഗ്രഹം തോന്നി ചെയ്യുന്നൊരു ചെറിയ കാര്യം നമുക്കൊരു ശരിക്കൊരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് കൂടുതലാണ്. അതിനുള്ള നമുക്ക് റിസോഴ്സസ് ഉണ്ട്. അത് പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് ചില ആൾക്കാർക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും, കേക്ക് ബേക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് ബെസ്റ്റ് ഫുഡ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അതിനെ തന്നെ ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് വീട്ടമ്മമാർ, നേരത്തെ വീട്ടമ്മമാരായി വീട്ടിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾ ഇപ്പം സംരംഭകരായിട്ട് വരുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു പോസിറ്റീവ് ചേഞ്ചാണ്, ഒരു സോഷ്യൽ ചേഞ്ചാണ്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു ചിന്ത ഉണ്ടായിരുന്നു, സ്ത്രീകൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കില്ല, അല്ലെങ്കിൽ അവർക്ക് നോക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർ ഏൺ ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ നമ്മളൊരു ചിന്ത നമ്മുടെ കൾച്ചറലി നമുക്ക് കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കിട്ടുന്ന കുറച്ച് ഫ്രീ ടൈം കൊണ്ട് പല രീതിയിലുള്ള സോപ്പ് മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗാർമെൻറ്റിൻ്റെ ഒരു ബിസിനസ്, പുതിയ പുതിയ ഉടുപ്പുകളുടെ ബിസിനസ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ബിസിനസ് സ്വയം ഉണ്ടാക്കി വിൽക്കുന്ന സംരംഭകരുണ്ട്, ബേക്കിംഗ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ക്രാഫ്റ്റ്, ക്രോഷ്യ, അല്ലെങ്കിൽ നിറ്റിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ കണ്ടുവരുന്നു. ഐ ഫീൽ വെരി പ്രൗഡ്. കാരണം
ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഇതെല്ലാം ചെയ്തിരുന്നു. ആക്ച്വലി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഷീ വാസ് വെരി ഗുഡ് അറ്റ് ഓൾ ദീസ് തിങ്സ്. ഞങ്ങളെ അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അത് വളരെ ഒരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു സാമ്പത്തിക ഭദ്രത എല്ലാ ഫാമിലിക്കും അത്യാവശ്യമാണ്. പുരുഷന്മാർ ഏൺ ചെയ്തോട്ടെ, ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ അവർ ആ ബേർഡൻ മുഴുവൻ എടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്കും കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്. രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോവാം. അതൊരു കോൺഫ്ലിക്റ്റ് ഏരിയ ആവാണ്ടിരുന്നാൽ മതി. ഞാൻ കൂടുതൽ കുറവ് ഒന്നുമില്ല. എല്ലാം നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഫാമിലിക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ബെസ്റ്റാണ്. എനിക്ക് ഏറ്റവും അതിലുള്ള ഒരു എന്താ പറയുന്നത് ഹാപ്പിനെസ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സ്. ഈ നമ്മളെപ്പോഴും സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീകളെ പിറ്റഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ അല്ലേ, എപ്പോഴും കമ്പാരിസൺ. അവരങ്ങനെ, ഞാനിങ്ങനെ. പൊതുവേ സമൂഹത്തിലൊരു ചിന്തയുണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് അല്ലാന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമാണ്. എൻ്റെ സിസ്റ്റേഴ്സാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. പലപ്പോഴും നമുക്ക് വരുന്ന ലിമിറ്റേഷൻസ്, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഒരു ടെൻഷൻ വന്നാലും ശരി, അവരാണ് നമ്മുടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫാമിലി എന്ന് പറയാൻ അവരാണുള്ളത്. അപ്പം അവരുടെ നിന്നുള്ളൊരു സപ്പോർട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറയാൻ നമുക്ക് കഴിയില്ല. ദി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടികളുടെ ഞാൻ പറയുന്നത്, എൻ്റെ മോൻ്റെ അടുത്ത് മോളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ തമ്മിൽ പല കോൺഫ്ലിക്ട്സും ഉണ്ടാവും. നമ്മൾ കുട്ടിക്കാലത്ത് സിബ്ലിംഗ് റൈവൽറി ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ബഹളം എല്ലാം ഉണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി യു ഷുഡ് ബി ദെയർ ഫോർ ഈച്ച് അതർ. അപ്പം അത് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് നമ്മുടെ ചുറ്റും കാണുന്ന പല സ്ത്രീകൾക്കും അതും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കസിൻസ് കൂട്ടത്തിൽ ബിസിനസ്സുകൾ ചെയ്യുക, അപ്പോൾ ഒരാളൊരു മാർക്കറ്റിംഗ് ടൈപ്പ് ചെയ്യും, മാനുഫാക്ചറിങ് വേറെ ഒരാൾ ചെയ്യും. അങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബേർഡനും കുറയും. നമുക്ക് അതിൽ നിന്നുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പും ഡെവലപ്പ് ചെയ്യും. വളരെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വേണ്ടി തന്നെ ഡെവലപ്പ് ചെയ്യാനും അതനുസരിച്ച് ഇൻകമും അല്ലേ. ഒരുപാട് പേര് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പം നല്ലോണം ഏൺ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സാമ്പത്തിക ഭദ്രത, സാമ്പത്തികം നല്ലതാകുമ്പം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളും സോൾവ് ആവും, അതോടൊപ്പം നമ്മുടെ ജീവിതവും ബെറ്റർ ആവും അല്ലേ. അപ്പം ആ എക്കണോമിക് ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് സാമൂഹികമായിട്ടും ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം ഒരു എന്താ പറയുന്നത്, 9 to 5 ജോബ് അല്ലെങ്കിൽ നമുക്ക് വോളണ്ടറി വർക്ക് അല്ലേ, ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താനും അവരെ സപ്പോർട്ട് ചെയ്യാനും. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ, ലേഡീസ് ഗ്രൂപ്പിൽ, വെഞ്ചെന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു ലേഡി ആക്സിഡൻ്റായി, പുള്ളിക്കാരി ഹോസ്പിറ്റലൈസ് ആയി. ഇമ്മീഡിയറ്റ് ആയിട്ട് 3-4 പേര് ഹോസ്പിറ്റലിൽ ചെന്നു, തിരക്കി അന്വേഷിച്ചു. മക്കളെ ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ നിന്നും ലേഡീസിൻ്റെ ഒരു കാമറാഡറിന്ന് നന്നായിട്ട് വരുന്നുണ്ട്. സോ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമാണ്. സോ ഐ ഏർജ് ദാറ്റ് എവ്രി വുമൺ ഷുഡ് ഹാവ് എ ഗ്രൂപ്പ് ലൈക്ക് ദിസ്, ഡെഫിനറ്റ്ലി ടു സപ്പോർട്ട് ഈച്ച് അതർ. ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആവാം, കസിൻസ് ആവാം, എനിബഡി, ഡസൻറ്റ് മാറ്റർ. എല്ലാവർക്കും ആ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം. അത് നമ്മുടെ ജീവിതത്തിന്, എനിക്ക് തോന്നുന്ന ഭർത്താക്കന്മാർ അത് എൻകറേജ് ചെയ്യുകയും വേണം, ഫാമിലീസ് എൻകറേജ് ചെയ്യുകയും വേണം. നമ്മൾ ഗോസിപ്പ് പറയാനല്ല, ആരെയും കുറ്റം പറയാനല്ല, നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല രീതിയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും.